ഹായ് ഹലോ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും തന്നെ കയ്പില്ലാത്ത നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഇതിനായി ആദ്യം തന്നെ നല്ല ചൂടായ ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് നല്ലെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ല ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കുടം വെളുത്തുള്ളി, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ടൈമിൽ തീ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് മൂത്തുപോകും. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില, കുറച്ച് കാന്താരിയും ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. എൻ്റെ കയ്യിൽ കാന്താരി ഉള്ളതുകൊണ്ടാണ് ഞാനത് ചേർക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളകാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാമേ. ഇതിലൊന്നും ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് തന്നെ കേടായി പോകും. ഇതെല്ലാം ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോഴേക്കും തീ സിമ്മിലിട്ട് പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം തന്നെ ചേർക്കുന്നത്. അതൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. ഞാൻ 4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടിയും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. തീ ഇപ്പോഴും സിമ്മിൽ തന്നെ ഇട്ട് വെച്ചേക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ആവശ്യത്തിന് കായവും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. പൊടി ഒട്ടും തന്നെ കരിയാൻ പാടില്ല. ഒട്ടും തന്നെ കയ്പില്ലാത്ത നാരങ്ങ അച്ചാർ ഇടാനുള്ള ട്രിക്കാണ് ഇനി പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ നാരങ്ങയാണ് ചേർക്കുന്നത്. ഇത് ഉപ്പും വിനാഗിരിയും ചേർത്ത് ഒരാഴ്ച അടച്ചു വെച്ചിരിക്കുന്ന നാരങ്ങയാണേ. ഇങ്ങനെ നാരങ്ങ ഇടുകയാണെങ്കിൽ ഒട്ടും തന്നെ കയ്പ് കാണില്ല. അതുപോലെ തന്നെ നാരങ്ങ നല്ല സോഫ്റ്റുമായിരിക്കും. ഇനി ഇത് നമുക്ക് ചട്ടിയിലേക്ക് ചേർക്കാം. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നാരങ്ങയിൽ അരപ്പെല്ലാം നല്ല രീതിയിൽ പിടിക്കണം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല തിളച്ച വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമുള്ളൂ. ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഈ വെള്ളം ഒന്ന് വറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതിയാകും. ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ ഓൾറെഡി ഒരാഴ്ച ഉപ്പിട്ട് വെച്ചിരിക്കുന്ന നാരങ്ങയാണ്, എങ്കിലും ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും തന്നെ കയ്പില്ലാത്ത നാരങ്ങ അച്ചാർ നമുക്കിപ്പോൾ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് 2 ദിവസം വെളിയിൽ വെച്ച ശേഷം ഒട്ടും തന്നെ വെള്ളമയമില്ലാത്ത ഫർണിയിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഫ്ലോപ്പ് ആവത്തില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്